ഒരു കാഴ്ചയാണ്. ഇത് കുറഞ്ഞൊരു ഭാഗമല്ല, ഒരു 100-150 മീറ്റർ മാത്രമാണ് ഈ റോഡിന് ടച്ചായി വരാനുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ നിന്നിട്ട് വാഹനങ്ങൾ അങ്ങോട്ട് കടന്ന് പാലച്ചർമാട് ഓവർപാസിന് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റും. വളരെ തകൃതിയിലായിട്ട് അവിടുത്തെ വർക്കുകളൊക്കെ. ഇനി ഇവിടെ നമുക്ക് ചെറുശോല വരെയുള്ള പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത്. പോയി വെക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പാലച്ചിറമാട് ഓവർപാസ് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ടുള്ള വയഡക്റ്റ് പാലത്തിൻ്റെ തുടക്കം ഏരിയ ആയ ഇന്നലെ നമ്മൾ വൈൻഡപ്പ് ചെയ്ത ഈ ഏരിയയിലായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് മമ്മാലിപ്പടി ചെറുശോല വരെയുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ അടിഭാഗത്തെത്തി. നമുക്കത് മുകളിലൂടെ ഇങ്ങനെ കടന്നു പോകാൻ പറ്റുമോ നോക്കുക. അപ്പോൾ പോയി നോക്കാം ചെറുശോല വരെ. അപ്പോൾ ഇവിടെയൊക്കെ എക്സ്കവേറ്റർ വെച്ച് താഴ്ത്തിയെടുക്കുക കേട്ടോ. ഈ ഭാഗത്ത് നിന്നിട്ട് നമ്മുടെ പാലച്ചമാട് ഓവർപാസ് ഇങ്ങനെ അടിപ്പാതെ താഴ്ത്തിയെടുക്കുന്ന ഇവിടെ എക്സ്കവേറ്റർ മണ്ണ് താഴ്ത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അല്ലേ, അതുപോലെ ബ്ലോക്ക് പതിച്ച് സൈഡ് വാളിൻ്റെ വർക്ക്. മണ്ണ് ഉയർത്തിയ ശേഷം ഫ്ലൈ ഓവറിനൊപ്പിച്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ ഇവിടുന്ന് താഴ്ത്തി മണ്ണെടുത്ത് വരാം കേട്ടോ. നമ്മുടെ കാനർസലിൻ്റെ പണിക്കാരൊക്കെ നല്ല പൊരി വരുന്നില്ല, അതുകൊണ്ട് നല്ല ചൂടാ. അപ്പോൾ നമ്മളെ സ്വന്തം ആളാണ് ഇത്. നമ്മളെ സൈഡിൽ തന്നെ വർക്ക് ഉണ്ടെങ്കിലൊക്കെ നമ്മുടെ നേരത്തെ അറിയിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഈ ബായ്. നമ്മളെ कंपैक्टर ड्राइवर है क्या है नेम बोलो बोलो हाँ 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 ओके ओके रोलर रोलर ऑपरेटर ऑपरेटर हाँ ഗ്രേഡറിൻ്റെ അടുത്തെത്തിട്ടോ. ഗ്രേഡർ മണ്ണ് നീക്കുന്നത് കറക്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചാൽ ആയിവാ. അപ്പോൾ നമ്മളെ പാലത്തിൻ്റെ തുടക്ക ഭാഗത്തെത്തിട്ടോ. ഇവിടുന്ന് അങ്ങോട്ടാണ് പാലത്തിൻ്റെ സ്റ്റാർട്ടിങ്. അതുവഴി നമുക്ക് കയറിപ്പോകാൻ പറ്റില്ല. കയറിപ്പോകാൻ പറ്റുന്ന ആ ഭാഗത്ത് നടന്ന് ഞങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ നോക്കാം ഇതിൻ്റെ മുകളിലേക്ക്. ഇത് നമ്മളെ പാലച്ചിറമാട് കോയിച്ചർ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്ന് ഇതിൻ്റെ അടിഭാഗത്ത് കൂടെയാണ് ആദ്യത്തെ റോഡ് കടന്നു പോവുക. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എഡ്രിക്കോട് കോട്ടക്കൽ അങ്ങനെ കടന്നു പോകും. അതിന് മുകളിലുള്ള കാഴ്ച ഉണ്ടല്ലേ, അവിടെയൊക്കെ ഇങ്ങനെ ഈ കോൺക്രീറ്റ് ഇടാനും വേണ്ടി സൈഡ് വാൾ കെട്ടി ഇതിനോട് ടച്ചാക്കി വരാനും വേണ്ടിയുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പാടത്തു നിന്നുള്ള വീഡിയോ കാണിക്കാം. പാടത്തെത്തിയ ശേഷം അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പോട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പാലച്ചിറമാട് ഓവർപാസിൻ്റെ അത് വഴി വരുന്ന ആ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്താണ് നമ്മൾ അവിടെ നിന്ന് കടന്ന് വയഡക്റ്റ് പാലത്തിൻ്റെ അടിയിലൂടെ ഇങ്ങനെ കടന്ന് പോവാം. അവിടെയൊക്കെയാണ് സൈഡ് ബ്ലോക്ക് പതിച്ച് നല്ല ഹൈറ്റിൽ വന്നത് കേട്ടോ. ഏകദേശം നമ്മളെ പാലത്തിന് ടച്ചായിട്ടുണ്ടോ അവിടെ കണ്ടില്ലേ. ഇനിയിത് ഒരു 8-10 ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ നിങ്ങൾ തുടങ്ങിയിട്ട് 10-40 ബ്ലോക്കിൻ്റെ ആ ഹൈറ്റിലാണ് അവിടെ എത്തിയിട്ടുള്ളത്, പാലത്തിന് ടച്ചായിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ക്രോസ് ചെയ്ത് അതുവഴി കടന്നു പോകാൻ പറ്റില്ല. സാധാരണ നമ്മൾ അതുവഴി ഇങ്ങനെ കടന്നു പോകലാണ്. അപ്പോൾ അവിടെയൊക്കെ മണ്ണിട്ട് കൂട്ടിക്കുക അതിൻ്റെ അടിയിൽ. അപ്പോൾ നമ്മൾ ആദ്യത്തെ റോഡിനങ്ങനെ കടന്നു പോവുക.
പാലത്തിൻ്റെ അടിയിലെത്തിട്ടോ. പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള കാഴ്ച. ഇവിടെയൊക്കെ ഗർഡർ വെച്ച് തിരിഞ്ഞ് പെയിൻറ്റും പണി ആരംഭിക്കാണ്ട്. അതുപോലെ ഈ മണ്ണൊക്കെ ഇനി പാടത്ത് കൊണ്ടുവരാം കേട്ടോ. പാലത്തിന് മുകളിലൊക്കെ മെയിൻസിലൊക്കെ വാർപ്പ് കഴിഞ്ഞ് എല്ലാം റെഡി കേട്ടോ. ഇവിടെ ആദ്യം കുറച്ച് വർക്ക് ഉണ്ടായിരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഇവിടുന്ന് അടിയിലുള്ള പില്ലറിൻ്റെ പണികളും ഗർഡർ വെക്കാനൊക്കെ അതൊക്കെ പൂർത്തീകരിച്ച് മെയിൻസിലെ വാർപ്പ് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പാടത്തേക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാണ്. പാടത്തേക്ക് പോയിട്ട് അതിന് മുകളിലൂടെ കയറി വരാൻ പറ്റുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ക്രോസ് ചെയ്ത് പോയി വെക്കാം. വാഹനപ്പെരുപ്പം. ഇനി ക്രോസ് ചെയ്യാലേ. പാലത്തിന് മുകളിലൊക്കെ മെയിൻസിലൊക്കെ വാർപ്പിട്ട ഭാഗത്ത് നനച്ചു കൊടുക്കുന്നുണ്ട്. മേലിന്ന് വെള്ളം താഴെ കിട്ടിയിട്ടാണ് നിങ്ങൾ. നിങ്ങൾ ഫോൺ തന്നെയോ? ഇല്ല, സൈഡിൽ കൂടെ പോയേക്കാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മമ്മാലി പടിയുടെ ഫ്ലൈ ഓവർ, അവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ സ്വാഗതമോടെ ബൈപ്പാസ് കടന്നു പോകുന്ന ചെറുശോല വരെയുള്ള നമ്മളെ വീഡിയോ. അവിടുന്ന് ഇത് മുകളിലേക്ക് കയറാനുള്ള കോടിയൊന്നും ഇല്ലേ. ആ കോടി നമുക്ക് ഇറങ്ങയില്ല. ഇവിടുത്തെ പാലത്തിൻ്റെ തുടക്ക സമയത്ത് ആ ഗർഡർ വെച്ച് മെയിൻസിൽ വാർപ്പിടുന്ന സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് കയറിയിരുന്നതിന് മുകളിലേക്ക്. ഇന്നിപ്പോൾ അതിന് മുകളിലേക്ക് കയറാൻ പറ്റൂല കേട്ടോ, കോണിയൊന്നുമില്ല. ഇവിടെ വർക്കൊക്കെ നോക്കാം. അപ്പോൾ ഈ പാടത്ത് ഈ കനാലിന് കുറുകെ വരുന്ന ഈ പാലത്തിനൊപ്പിച്ച് മണ്ണിട്ട് വരുന്നൊരു വർക്കാട്ടോ അവിടെ. അപ്പോൾ അവിടെ ഗ്രേഡർ, അതുപോലെ കമ്പാക്റ്റിംഗ് ഉപയോഗിച്ച് കമ്പാക്ടർ പ്രസ്സിങ് വർക്കുകളും ലോഡ് കണക്കിന് മണ്ണ് കൊണ്ട് തട്ടിയ ശേഷം ഗ്രേഡർ ഉപയോഗിച്ച് അത് ലെവൽ ചെയ്യുന്ന വർക്കുകളൊക്കെ കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ തോടിൻ്റെ പാലത്തിന് വർക്ക് കഴിഞ്ഞിട്ട് ഇതുപോലെ കുറേ ദിവസമായി. നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് കാണിച്ചതാണ്. ഇപ്പോൾ രണ്ട് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കാണ്. അങ്ങനെ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ തുടക്ക ഭാഗത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അവിടുന്ന് അങ്ങോട്ട് പോയി കടന്നു പോകാൻ പറ്റും എന്നാണ് തോന്നുന്നത്. കാരണം അവിടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. പോയി വെക്കാം. ഇവിടെ എക്സ്കവേറ്റർ നിൽക്കണമല്ലോ. ഇവിടെ ഒരു പില്ലറിൻ്റെ എന്താ പരിപാടി ഉണ്ടോ നോക്കുക. ഇവിടെ വലിയൊരു കുഴി എടുത്തിട്ടുണ്ട്. ഒരു കൾവെട്ടുള്ള സാധ്യതയുണ്ട്. ഒരു കൾവെട്ടിനായിരിക്കും ചിലപ്പോൾ ചാല് കയറുക കേട്ടോ. വെള്ളം പാസിങ് ഇവിടെ ഒറ്റ കനാലിന് തോടിന് കൂടെയുള്ള ഇതുള്ളൂ. അപ്പോൾ രണ്ടരം വെള്ളം പാടായതുകൊണ്ട് കൾവെട്ടുകൾ കുറേ കൊടുക്കാറുണ്ട്. അവിടെ ഒരു കൾവെട്ടിൻ്റെ ഒരു വർക്കാണ് തോന്നുന്നത് അല്ലേ. നമ്മുടെ പാലത്തിന് കനാലിൻ്റെ ആ ഭാഗത്ത് നിന്ന് പാലത്തിൻ്റെ സൈഡ് വാള് കോൺക്രീറ്റിന് ശേഷം ഇപ്പോൾ രണ്ട് സൈഡിലും ബ്ലോക്ക് പതിച്ച് ഉയർത്തി വരാം കേട്ടോ. അടികൾ അവിടെ എംസാൻഡ് മെറ്റലൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ വേറൊരു തരം വൈറ്റ് ഷീറ്റാണ് അവിടെ വിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മണ്ണ് ഇട്ട് വരുമ്പോൾ പാടായതുകൊണ്ട് സോഫ്റ്റ് തെന്നി നിൽക്കാനൊക്കെ ഉറപ്പിച്ച് നിർത്തിന് വേണ്ടി പല ഷെല്ലുകളും ബ്ലാക്ക് ഷീറ്റുകളും നമ്മൾ കണ്ടില്ലേനാ. അതുപോലെ വേറൊരു വെറൈറ്റി അവിടെ ഇട്ടിട്ടുണ്ട്. നോക്കുക എന്താണെന്നുള്ളത് അറിയില്ല. നീ അതിൻ്റെ മുകളിൽ ശരിയാണ്, അതിൻ്റെ മുകളിൽ ആ ഷെൽ മാതിരിയുള്ള ആ സാധനം വിരിക്കാനുള്ള ഇതൊക്കെ അവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിരിച്ച് മണ്ണിട്ട് ഇങ്ങനെ ഉയർത്തി വരട്ടെ പാടത്ത്. ഇനി നമ്മളൊരു തിരിച്ച് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് പോയി വെക്കാം. അങ്ങനെ നമ്മളിവിടെ എത്തിട്ടോ. അവിടെ സൈഡ് വാളൊക്കെ കോൺക്രീറ്റ് വാളിലാണ് ഇവിടെ ഇട്ട് വരുന്നത്. കഴിഞ്ഞ് കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വരികയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ക്രാഷ് ബാരിയർ രണ്ട് സൈഡിലും റെഡിമെയ്ഡ് കൊണ്ടുവന്ന് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ ആ ഏരിയക്ക് ഇവിടുന്ന് അങ്ങോട്ട് ടാറിങ് വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇവിടുന്ന് അങ്ങോട്ട് മെയിൻ എന്താ ഫ്ലൈ ഓവറിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ ശേഷം ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ട് അതുപോലെ ഇവിടെ പാടത്ത് സെൻറ്റർ പകുതിയോളം കാൽ ഭാഗത്തോളം ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാദ്യമായിട്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്ക് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നേരെ ഞാൻ ഇവിടുന്ന് 100 റൗണ്ട് കാണിച്ചു തരാം. എവിടെയെങ്കിൽ എടാ ആ ഏരിയ ഇവിടുന്ന് അങ്ങോട്ട് അടിപൊളി കാഴ്ചയാണ്. നമ്മളെ വയഡക്റ്റ് പാലത്തിൻ്റെ തുടക്കമായ പാലച്ചിറമാട് ഭാഗത്ത് അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. അത് കുറഞ്ഞൊരു ഭാഗമല്ല, ഒരു 100-150 മീറ്റർ മാത്രമാണ് ഈ റോഡിന് ടച്ചായി വരാനുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ നിന്നിട്ട് ആ കനാലിനെ കുറി വരുന്ന പാലത്തിൻ്റെ മുകളിൽ കൂടിയ അടുത്ത വർക്ക് കംപ്ലീറ്റ് ആവുന്നതോടെ ഇവിടുന്ന് നമുക്ക് വാഹനങ്ങൾ അങ്ങോട്ട് കടന്ന് പാലച്ചിറമാട് ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റും. വളരെ തകൃതിയിലായിട്ട് അവിടുത്തെ വർക്കുകളൊക്കെ. ഇനി ഇവിടെ നമുക്ക് ചെറുശോല വരെയുള്ള പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത് പോയി വെക്കാം. ആഹാ അടിപൊളിയല്ലേ. ടാറിങ് കഴിഞ്ഞ ശേഷം സൈഡിലെ ബാരിയറിനുള്ള ആ സിമെൻറ്റ് ക്യാപ്പ് സിമെൻറ്റ് ഇട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഊക്സൊക്കെ കട്ട് ചെയ്ത് കാണുള്ള അതിന് വർക്ക് അവിടെ പൂർത്തീകരിച്ചിട്ട് കേട്ടോ. ആ സൈഡിൽ ഇവിടെ കുറഞ്ഞൊരു വാങ്ങി ബാരിയറിനുള്ള കോൺക്രീറ്റ് വർക്കുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ഡിവൈഡർ ഇവിടെയും ഈ ബാരിയറിന് മുകളിൽ കമ്പി കട്ട് ചെയ്ത് മാറ്റാനുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളൊക്കെ ഞാൻ മുന്നേ കാണിച്ചതാണ്. അന്നൊക്കെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ബാരിയർ വെച്ച് പോയിട്ടുണ്ട്. അതുപോലെ ഇവിടെ സ്ക്വയർ കോൺക്രീറ്റ് കട്ടകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഡ്രെയിനേജിനുള്ളത്. അത് പാടത്തേക്ക് നേരെ ഓപ്പോസിറ്റിലേക്കായിരിക്കും. ഇതിൻ്റെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് ഭാഗത്ത് സർവീസ് ടാറിംഗ് വർക്കുകളും അവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും സൈഡ് കോൺക്രീറ്റ് പാട് കെട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിലെ കോൺക്രീറ്റ് ആ പ്രത്യേക തരം മെഷീൻ ഉപയോഗിച്ച് കോൺക്രീറ്റ് വരുന്നൊരു വർക്ക് കാണിക്കാനുണ്ടല്ലോ, ബാരിയർ കോൺക്രീറ്റ് മെഷീൻ ഉപയോഗിച്ച് അതിൻ്റെ വർക്ക് കഴിഞ്ഞ് അവിടെ നടക്കാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്മളെ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ വാഹനങ്ങളൊക്കെ പടന്നു പോകുന്നുണ്ട് അല്ലേ. ഈ ടോറസിലൊക്കെ അതിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ അതുവഴി പോകാനൊക്കെ റെഡി ആയിട്ട് മമ്മാലിപ്പടി ഫ്ലൈ ഓവർ തായ് ഭാഗത്ത് കൂടെ വരുന്ന ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ കൂടെ കടന്നിങ്ങനെ ചെറുശോല ഭാഗത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ സർവീസോട് ഇവിടെ നടക്കുന്നത് കയറുന്നത് നമ്മളിവിടെ നിന്ന് നിർത്തി നമ്മൾ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യാണ്ട് ഒന്ന് ലൂസ് ചെയ്യുന്നുണ്ട്. ജലദോഷം കൊണ്ട് ക്ലിയർ ആയിട്ടില്ല, പൂർണ്ണമായിട്ട്. അപ്പോൾ ഇനി ഇവിടെയൊക്കെ സൈഡിൽ ബാരിയർ ആ ഏരിയയിലൊക്കെ റെഡിയാക്കി വരാൻ കേട്ടോ. ഇതൊക്കെ തുടക്കത്തിൽ മമ്മാലിപ്പടി പാണ്ഡികശാല അരീത്തോട് ഭാഗത്തൊക്കെ ടാറിംഗ് വർക്ക് നടന്ന സമയത്ത് ആദ്യം ഒരു കൊല്ലത്തോളായിരിക്കും ഇവിടുത്തെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ട്. അന്ന് നമ്മൾ കാണിച്ചിരുന്നു, അന്നായിരുന്നു ആദ്യം ടാറിംഗ് വർക്ക് നടന്നതൊക്കെ നിങ്ങളെ കാണിച്ചത്. കാരണം ആ ഏരിയ കഴിഞ്ഞു ഇവിടുന്ന് നമ്മൾ പാറമ്മലെത്തുമ്പോൾ ഇവിടുന്ന് ടാറിംഗ് വർക്ക് ആ തോടിന് ഇവിടെ ഇരുന്ന കുറുകളുള്ള പാലത്തിന് മുകളിലും കഴിഞ്ഞിട്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ടായിരുന്നു. അണ്ടർപാസ് വയലിലേക്ക് കൃഷിക്കാവശ്യമായുള്ള ഒരു അഡീഷണൽ ആലോചിച്ച അണ്ടർപാസ്, ഒരു 4 വീൽ വാഹനത്തിൽ ട്രാക്ടറൊക്കെ പോകുന്ന രീതിയിൽ അതിൻ്റെ അടിയിലാട്ടോ. അതായത് നമ്മൾ കാണിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ 3 ലൈനിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷം 3 ലൈനുക്കുള്ള അടുത്ത ടാറിംഗ്. അപ്പോൾ ജിപ്സൺ പേവർ വഹിച്ചുള്ള ജിപ്സൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഉടനത്തെ ഒരു ടാറിംഗ് വർക്ക് ഉണ്ടാവും. അപ്പോൾ 3 ലൈനിലെ ടാറിംഗ് വർക്ക് എത്രത്തോളം വഹിക്കണമെന്ന് നോക്കുക. അപ്പോൾ പാലത്തിന് മുകളിലൊക്കെ അവിടെ എത്തിയിട്ടുണ്ടല്ലേ. നമ്മൾ പാടത്ത് ഉള്ള പാലത്തിൻ്റെ മുകളിലൊരു ടാറിംഗ് അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ബാരിയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ സൈഡിലുള്ള ആ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കുക കേട്ടോ. അപ്പോൾ ഈ റോഡിന് ഈ 3 ലൈനിൻ്റെ ടാറിംഗ് കഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് ഞാൻ ആ ഏരിയയിൽ കോൺക്രീറ്റിന് ശേഷമുള്ള ടാറിംഗ് വർക്കുകളൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അവിടുന്ന് ചെറുശോല, അതായത് പാറമ്മൽ ഈ പാലത്തിൻ്റെ വരെയുള്ള ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ വർക്ക് ഒരു സൈഡിലുള്ള വർക്ക് അവിടെ നടക്കുക കേട്ടോ. അപ്പോൾ 3 ലൈനിൻ്റെ വരെ ടച്ച് ആകുന്നുണ്ട്. അങ്ങനെ പാലം കടന്ന് ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള ചെറുശോല, അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ വയഡക്റ്റ് പാലത്തിൻ്റെ തുടക്കം. സ്വാഗതം നമ്മുടെ ബൈപ്പാസിൻ്റെ വയഡക്റ്റ് പാലത്തിൻ്റെ തുടക്കം. ഇവിടുന്നൊക്കെ 2 തോടിന് വരുന്ന 2 പാലങ്ങളും അതിൻ്റെ മുകളിലൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്നപ്പോൾ ആ ഏരിയയിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ പാലത്തിൻ്റെ ഇവിടുന്ന് ഈ കാണുന്ന തോടിൻ്റെ മുകളിലുള്ള പാലമുണ്ടല്ലോ,
ആ പാലത്തിൻ്റെ ഒരു 2 ഭാഗത്തും ബ്ലോക്ക് പതിച്ചുയർത്തി മണ്ണിട്ട് എംസാൻ്റെ മെറ്റലൊക്കെ പ്രസ്സിങ് കഴിഞ്ഞ് ചില ടാറ് വർക്കുകളൊക്കെ നടക്കാൻ കേട്ടോ. അപ്പോൾ മമ്മാലിപ്പടി മുതൽ പാറമ്മൽ ക്ലാരി ചെറുശോല വരെയുള്ള ടാറും വർക്കുകളൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആവും. അപ്പോൾ അവിടെയൊക്കെ ബാരിയർ ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ രണ്ടാമത് ഇതൊക്കെ മണ്ണിട്ട് വരുത്തി ലെവൽ ചെയ്താൽ അതിന് മുകളിലേക്ക് വെക്കാനുള്ള ക്രാഷ് ബാരിയറുകൾ വെക്കാതെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കണ്ടില്ല കഴിച്ചു നോക്കിയത് അടിപൊളിയാട്ടോ. ഗർഡറുകൾ ഒരുപാട് കോൺക്രീറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ മുകളിൽ തകൃതിയായിട്ടുള്ള വർക്ക് നടക്കാം കേട്ടോ. നമുക്ക് ഇവിടെ വീഡിയോ താൽക്കാലികമായി ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഞങ്ങൾ പിന്നെ കാണിക്കാം. ഏതായാലും ചെറുശോല ആ പാലത്തിൻ്റെ സ്റ്റാർട്ടിങ് ആ ഏരിയയിൽ ഒന്ന് പോയി വെക്കാം. ഗർഡർ കോൺക്രീറ്റ് വെച്ചുള്ള നനച്ചു കൊടുക്കാട്ടോ. ഗർഡറിന് ബലപ്പെടുത്തുന്നതിനുള്ള നനവ് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ പൈപ്പുകളൊക്കെ കട്ട് ചെയ്യണ്ടല്ലോ. കമ്പി കട്ട് ചെയ്യല, കെട്ടമ്പി കട്ട് ചെയ്യാട്ടോ. അവിടെ വെള്ളം അപ്പോൾ നമ്മളിവിടെ എത്തിട്ടോ. പാലത്തിൻ്റെ തുടക്ക ഭാഗത്തെത്തി. നമുക്കിതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാം. പാലച്ചിറമാട് സ്വാഗതമുടെ വൈപ്പാസ് വയഡക്റ്റ് പാലത്തിൻ്റെ തുടക്കമായി അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ മമ്മാലിപ്പടി, ക്ലാരി, പാറമ്മൽ, ചെറുസോല, ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും പാലത്തിൻ്റെ തുടക്കമുള്ള ഏരിയയിലെ വീഡിയോ അതിൻ്റെ പേര്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അത് ലൈക്ക് അടിക്കാൻ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഇൻഷാ അല്ലാഹ്.